Hello guys, എല്ലാവർക്കും Mech96ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോയും അതോടുകൂടി തന്നെ ഒരു റിവ്യൂ വീഡിയോയും കൂടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് രണ്ടുമുണ്ട്. നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തിട്ട് ഒരു മാസത്തോളം നിങ്ങൾ കണ്ടല്ലോ ഒരു ബാഗാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാഗ് അൺബോക്സ് ചെയ്തിട്ട് ഒരു മാസത്തോളം നമ്മൾ ആ ബാഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതോട് കൂടിയിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ബാഗാണെന്ന് പറഞ്ഞില്ല, നമ്മൾ ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്ന ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ഉറപ്പുള്ള ബാഗ് വേണം. എപ്പോഴും ഈ മൂർച്ചയുള്ള ടൂൾസും അതുപോലെയുള്ള ടൂൾസ് എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെയധികം ഉറപ്പുള്ളൊരു ബാഗാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഒരുപാട് ബാഗുകൾ വാങ്ങി നോക്കി, പക്ഷേ എല്ലാ ബാഗും ഒരു മാസം മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഓരോ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഷ്ടി 2 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഇതുവരെ ബാഗ് മേടിച്ചെടുത്തോളം എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പഴയ ബാഗ് ഞാൻ ജസ്റ്റ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗ്, അതായത് ഏകദേശം 2 മാസത്തോളം ഞാൻ യൂസ് ചെയ്തൊരു ബാഗ് നിങ്ങളെ കാണിക്കും ആദ്യം. അതിനുശേഷം ഞാൻ മറ്റേ ബാഗ് അൺബോക്സ് ചെയ്ത് കാണിക്കും. ഞാനും ആ ബാഗ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതിന് മുന്നേറ്റ് ഞാൻ എൻ്റെ പഴയ ബാഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പൊതുവെ എൻ്റെ കാര്യമായിട്ട് പറയാം, ഞാൻ ചെറിയ ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ടൂൾസ് എല്ലാം ബാഗ് ഇടും. ബാക്കിയുള്ള പവർ ടൂൾസ് കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂട്ടറാണുള്ളത്. അപ്പോൾ സ്കൂട്ടറിൻ്റെ സീറ്റിനകത്ത് ഞാൻ കീപ്പ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു ബാഗ്, എനിക്ക് ചെറിയ ബാഗുകളാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ബാഗ്. ഇതിൻ്റെ ഒരു അവസ്ഥ കാണണം. ഏകദേശം ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞൊരു അവസ്ഥയിലൊക്കെയാണ് ഈ ബാഗ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വളരെ വൃത്തിയിലൊന്നും സൂക്ഷിക്കാറില്ല, പൊടിയും ചളിയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ എല്ലാം മൊത്തത്തിൽ പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഫുള്ള് ഹോളും അങ്ങനെ ഇങ്ങനെ ആകെ മൊത്തം കോളമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ബാഗ് ഉള്ളത്. അതുപോലെ തന്നെ അടിയിലും ഇവിടെ എല്ലാം ഒരുപാട് ഹോളും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ ബാഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാഗ് ഏകദേശം 2 മാസത്തോളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായി. അതായത് ഈ സ്ക്രൂ ഡ്രൈവർ എല്ലാം കുത്തി ഓട്ടായിട്ടൊക്കെ അങ്ങനെ ഈ ബാഗ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഈ ബാഗ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ബാഗ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പുതിയ ബാഗ് ഞാൻ ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ബാഗ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ബാഗ് നമ്മൾ പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി കത്രിക എടുത്ത് നമ്മൾ മുറിച്ചെടുക്കുന്നു. കത്രിക മുറിച്ചൊന്നുമില്ലല്ലോ ദൈവമേ, മുറിച്ചുണ്ട്. അപ്പോൾ നമ്മൾ കത്രികയായിട്ട് മുറിക്കുന്ന പ്ലാൻ മാറ്റിയിരിക്കുന്നു, വലിച്ച് പൊട്ടിക്കാം, അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ബാഗ് വലിച്ച് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നമ്മളൊരു ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് പൊട്ടിച്ച് നോക്കാം. നല്ല സ്റ്റാൻലി എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കവറെല്ലാം പൊട്ടിച്ച് ബാഗ് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, നമ്മൾ ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു നൈസ് ബാഗാണ് വരുത്തിയിട്ടുള്ളത്. സ്റ്റാൻലി എന്നുള്ളൊരു ടാഗെല്ലാം ഇവിടെ ഉണ്ട്. സ്റ്റാൻലി എന്നാണ് ഈ ബാഗിൻ്റെ പേര്. സോറി, ബാഗിൻ്റെ പേരല്ല, ബ്രാൻഡിൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. ഈ സ്റ്റാൻലിയുടെ ഒരുപാട് ടൂൾസും പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതായത് സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, പ്ലെയർ, കട്ടിംഗ് പ്ലെയർ, അതുപോലത്തെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ ബാഗിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാഗ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. ബാഗെല്ലാം ഒന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ടാഗ് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ടാഗിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻലിയുടെ ഒരു ബാഗിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഇതുപോലെ തന്നെ ഇതിൽ കുറച്ച് ടൂൾസ് എല്ലാം വെച്ചൊരു ഫോട്ടോ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ സ്പീഡ് ലെവൽ, ഒരു പ്ലാന്, അങ്ങനെ കുറച്ച് ടൂൾസും സംഭവങ്ങളൊക്കെ വെച്ചൊരു ഫോട്ടോ ഉണ്ട് ഈ ബാഗിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടാഗ് ഈ ബാഗിൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്റ്റാൻലി എന്ന് എഴുതിയിട്ടുള്ള ഒരു എംബ്ലം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റാൻലി എന്നൊരു ടാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബാഗിൻ്റെ ഫ്രണ്ട് വശം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു 3 പോക്കറ്റ്സ് ഉണ്ട്. അതായത് 2 ചെറിയ പോക്കറ്റുകൾ, അതായത് നമ്മുടെ ഫോണെല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു പോക്കറ്റാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോട്ടോയിലുണ്ട് ഇവിടെ ഒരു ഫോണാണ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലാമ്പ് മീറ്ററൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. കണ്ടോ, ഫ്രണ്ടിൽ ഏകദേശം ഒരു 3 കോളംസ്, നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇതിൽ വെക്കാം, ഇതിൽ കൊള്ളുന്ന സംഭവങ്ങൾ. അതിനുശേഷം നമ്മൾ ബാക്ക് വശത്തോട്ട് വന്നാലും ഇതുപോലെ തന്നെ ഒരു 3 പോക്കറ്റ്സ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നമുക്ക് ചെറിയ സംഭവങ്ങൾ, സ്ക്രൂ പോലുള്ള സംഭവങ്ങളൊക്കെ ടെക്നീഷ്യന്മാർക്ക് വളരെ സുഖമായിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതുപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇവിടെ നമുക്ക് ഫോൺ വെച്ച് നോക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോണേ ഉള്ളൂ. ഞാൻ ആ ഫോൺ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ പിന്നെ വെച്ചിട്ട് ആഫ്റ്റർ ഒരു മാസത്തിന് ശേഷം നമുക്ക് ഫോണൊക്കെ വെച്ച് ജസ്റ്റ് ടൂൾസൊക്കെ വെച്ച് നോക്കാം. ഇനി നമുക്ക് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിബ് വരുന്നത് നല്ലൊരു സ്ട്രെങ്ത്തുള്ളൊരു സിബായിട്ടാണ് നമുക്ക്
കാഴ്ചയിൽ തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കുമ്പോഴെല്ലാം നല്ലൊരു സ്ട്രെങ്തബിൾ ആയിട്ടുള്ളൊരു സിബായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുഴപ്പമില്ല, സിബ് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സിബ് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു മെറ്റൽ റോഡ് പോലുള്ള എന്തൊരു സംഭവമുണ്ട്. അതാണ് ജസ്റ്റ് ഇങ്ങനെ അടയുന്നതും തുറക്കുന്നതും. ഇങ്ങനെ ഒരു ഇവിടെ പെട്ടെന്ന് ബാഗിൻ്റെ ഈ ഓപ്പണിങ് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ തുറന്ന് നോക്കുമ്പോൾ മെയിനായിട്ടും ഒരു വലിയൊരു അറയുണ്ട്, വലിയൊരു പോക്കറ്റുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ചെറുതായിട്ടുള്ള ഓരോ സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു 1 2 3 4 5 ഒരു സൈഡിൽ 5 പോക്കറ്റും, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു തരത്തിലുള്ള വലിയൊരു പോക്കറ്റും ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 7 അറകളായിട്ട് ഇതിൽ ചെറുതായിട്ടുള്ള അറകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസ്, ഇതിപ്പോൾ ഇവിടെ വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ടൂൾസ് ഇങ്ങനെ മേലോട്ട് വെച്ച് വരാവുന്ന രീതിയിൽ ഒരു പെട്ടി പോലെയുള്ള ഒരു തരത്തിലാണ് ബാഗിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബാഗിൽ 2-3 ടൂൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കാണിക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ ഒരു മാസത്തിന് ശേഷം വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കാണുന്നതായിരിക്കും. ടൂൾസ് ഒന്ന് ഇതിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് നോക്കാം. ആദ്യം പ്ലെയർ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് കണ്ടോ, പ്ലെയർ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണിത്. ഇത് നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഈ പോക്കറ്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം കണ്ടോ. അപ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിലുള്ള ടൂൾസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നുള്ള വിഷയമുള്ളവർ ഇങ്ങനെ വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ പുറത്തോട്ട് വരുന്നുള്ളവർക്ക് ജസ്റ്റ് നമ്മളെ ബാഗിൽ ഇങ്ങനെ കീപ്പ് ചെയ്താൽ മതി. ഇതിനകത്തുണ്ട് ഇപ്പോൾ സംഭവം. അതുപോലെ തന്നെ നമ്മൾ കത്രിക ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഇവിടെ ഹോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട ടൂൾസെല്ലാം നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാം. നമ്മുടെ ക്ലാം മീറ്റർ നേരത്തെ നമ്മൾ ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. ക്ലാം മീറ്റർ, വലിയ ക്ലാം മീറ്റർ ഇവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വലുതില്ല. ഈ ഒരു ക്ലാം മീറ്ററാകുമ്പോൾ ഈ കളറിന് നല്ല മാച്ചാണ്, സംഭവം സെറ്റാണ്. പിന്നെ ഗൈസ്, ഈ ബാഗിൻ്റെ കളർ പറയുകയാണെങ്കിൽ നല്ല 2 കളറിലുള്ള ഒരു ഡിസൈനിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. അതായത് ഒരു യെല്ലോ കളറും ബ്ലാക്ക് കളറും. ഇപ്പോൾ ഫ്രണ്ട് സൈഡിലും എല്ലാം അകത്തും എല്ലാം ഇതുപോലെ ഒരു യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു യെല്ലോ കളറാണ് അകത്ത് വന്നിരിക്കുന്നത്. ഉൾവശത്ത് ഇതുപോലെ യെല്ലോ കളറിൻ്റെ ഒരു ലൈന് പോലെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എംബ്ലത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഡ്യുവൽ ടോൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എഴുതിയിട്ട് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എംബ്ലം എല്ലാം വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ആഷ് കളറും കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലോട്ട് വരുമ്പോൾ നല്ലൊരു ഉറപ്പിലാണ് ഇതിൻ്റെ ഹാൻഡിലെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. അതുപോലെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിലെല്ലാം പറയുന്നത്. കാണുമ്പോഴും വലിയ കുഴപ്പമില്ല, അതുപോലെയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ സിബിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ജസ്റ്റ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം പറയാം. പിന്നെ ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ഇതിന് MRP 980 രൂപയാണ് കാണാൻ സാധിക്കുന്നത്. എനിക്കിത് ഏകദേശം ഒരു 800 സംതിങ് രൂപ, 100 രൂപയോളം ഡിഫറൻസിലാണ് ലഭിച്ചതെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇതിൻ്റെ വില നമ്മൾ ഇതിൻ്റെ ലിങ്ക് നല്ലതാണെങ്കിൽ ആമസോൺ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒരു മാസത്തിന് ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് കുറച്ച് വർക്കെല്ലാം ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു മാസമല്ല 25 ദിവസത്തോളം ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പറയും, ഇവിടെ ഇച്ചിരി പൊടിയെല്ലാം ആയിട്ടുണ്ട്, അതൊന്നും തട്ടിക്കളഞ്ഞേക്കാം. ആദ്യമായിട്ട് തന്നെ പറയും, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ പോക്കറ്റിൽ നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്ത് കാണിക്കാമെന്ന്. അന്ന് നമ്മൾ വീഡിയോ എടുത്തിരുന്ന ഫോൺ മാത്രം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഇതിനകത്ത് ഫോൺ വെച്ച് കാണിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോൺ വെച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് ഫോൺ വെക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോക്കറ്റിൻ്റെ അകത്തോട്ട് വെക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഒരു സുഖപ്രദമായ കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വളരെ ചെറിയ ബാഗാണെന്നാണ് അന്ന് കരുതിയത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഓപ്പൺ മൗത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ പവർ ടൂൾസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടോ, ഞാൻ സാധാരണ ഈ പവർ ടൂൾസ് എല്ലാം വണ്ടിയുടെ അകത്താണ് വെക്കാറ്. പക്ഷേ ഇതിനകത്ത് സ്പേസ് എനിക്ക് ലഭിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചു. ഒരിക്കലും നമ്മൾ ഈ ബാഗിൻ്റെ പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇത് ഒരുപാട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഒരു നല്ല ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മളിതുപോലെ ഹാമറെല്ലാം ബാഗിനകത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബോക്സ് സ്പാനറുകളെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഹൊറിസോണ്ടലായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, ബാഗെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ഈ ടൂൾസ് എല്ലാം വെക്കാൻ വേണ്ടി മാത്രം
ഡിസൈൻ ചെയ്തൊരു ബാഗാണിത്. ടൂൾസിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം. അതായത് ഏത് തരത്തിലുള്ള ടൂൾസ് ഇതിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മെറ്റീരിയൽ അത്രയും ഹാർഡ് മെറ്റീരിയലാണ്. പെട്ടെന്നല്ല അങ്ങനെ കീറി പോകത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം വളരെയധികം ശക്തിയുള്ള ഒരു ഉറപ്പുള്ള സ്റ്റിച്ചിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല സ്ട്രോങ് ഹാൻഡിലാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ച ബാഗ് പെട്ടെന്ന് തന്നെ എൻ്റെ ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്കും അതിന് കീറലുകൾ വന്ന് തുടങ്ങിയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പക്ക പെർഫെക്റ്റ് ഒരു ടൂൾസ് ബാഗാണ്. ഈ ബാഗ് നമ്മുടെ HVAC ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ ഇങ്ങനെയുള്ളവർക്കെല്ലാം സ്യൂട്ടബിൾ ആണ് ഈ ബാഗ്. നല്ല വെയിറ്റ് ഉണ്ട്, അകത്ത് നല്ല ടൂൾസ് ഉള്ളതുകൊണ്ട് പിടിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഗൈസ്, ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൂൾസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ബാഗാണെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്തുള്ള ഓരോ പോക്കറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പ്ലെയർ വെക്കാൻ ഒരു പോക്കറ്റ്, അതുപോലെ തന്നെ ചെറിയ ടെസ്റ്റർ പോലെ സ്ക്രൂ ഡ്രൈവർ വെക്കാൻ വേണ്ടി ചെറിയ പോക്കറ്റുകൾ, അങ്ങനെ അനവധി പോക്കറ്റുകൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടും ടെക്നീഷ്യന്മാർക്ക് ഒരു വളരെ ഉപകാരപ്രദമായ ബാഗാണിത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾക്ക് ഒരുപാട് നിറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ടെക്നീഷ്യന്മാരുണ്ട്. അവർക്ക് ഈ കമ്പനിയുടെ തന്നെ കുറച്ച് വലിയ ബാഗുകൾ ലഭ്യമാണ്. അതിന് കുറച്ച് വില കൂടും. ഈ കമ്പനിയുടെ തന്നെ ഒരുപാട് തരത്തിലുള്ള ടൂൾ ബാഗ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മൾക്ക് ബാക്ക് പാക്ക് വേണം, വലിയ ബാക്ക് പാക്കുകളുണ്ട്. അതുപോലെ തന്നെ വലിയ ഇതുപോലെ ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്ന ബാഗുകളുണ്ട്, ഹാൻഡ് ബാഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബാഗുകൾ ഈ കമ്പനിയുടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ബാഗ് വാങ്ങിക്കാവുന്നതാണ്. ഈ കമ്പനി തന്നെ എടുത്തു പറയാൻ കാരണം നമുക്ക് ടെക്നീഷ്യന്മാർക്ക് വളരെ ഉപകാരപ്രദമായ ബാഗാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് എന്തുകൊണ്ടും. പിന്നെ ഈ ബാഗിൻ്റെ വില പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ ബാഗിന് ഏകദേശം 850 രൂപയോളമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബാഗിൻ്റെ വില 600 രൂപയുടെ അടുത്ത്, 580 590 അങ്ങനെ എങ്ങാണ്ടാണ് തോന്നുന്നത്. 600 രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം ബാഗ് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചെറിയ ബാഗുകളോടാണ് താല്പര്യം. അപ്പോൾ ഇത് ചെറിയ ബാഗുമാണ്, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് ബാഗ് ഒരു നല്ല ബാഗായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ തൂക്കി പിടിച്ച് ഞാൻ ശരിക്കും വയർത്തു, നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ബാഗ് വാങ്ങിക്കേണ്ടവർക്കുള്ള ആമസോൺ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.